ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായിൽ സ്നേഹിതരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം 41-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: നീ നിന്റെ സഹോദരൻ്റെ കണ്ണിലെ കരട് കാണുകയും സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം ഗൗനിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? പ്രിയപ്പെട്ടവരെ, ഇവിടെ സഹോദരൻ്റെ കണ്ണിലെ കരട് നീ കാണുകയും എന്നാൽ നിന്റെ കണ്ണിലെ തടിക്കഷ്ണം കാണാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടെന്നല്ല കർത്താവ് ചോദിക്കുന്നത്. മറിച്ചു നിന്റെ കണ്ണിലെ തടിക്കഷ്ണം ഗൗനിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാ എന്നാണ്. അതിൻ്റെ അർത്ഥം, സ്വയം തൻ്റെ കണ്ണിലെ തടിക്കഷ്ണത്തെക്കുറിച്ച് അറിയുകയും എന്നാൽ അറിഞ്ഞുകൊണ്ട് അതിനെ ഗൗനിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ സ്വന്തം കണ്ണിലെ തടിക്കഷ്ണം കണ്ടുകൊണ്ട് അത് ഗൗനിക്കാതിരിക്കുന്നു, എന്നാൽ അവരൻ്റെ കണ്ണിലെ ചെറിയ കരട് കാണുമ്പോൾ അതിനെ എടുത്തു കളയുവാനായിട്ട് അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് ഇവിടെ തല ഉയർത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വന്തം തെറ്റുകളെ മറച്ചു വയ്ക്കുകയും അവരൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു എന്നാണ്. ഇവിടെ യേശുനാഥൻ അത്തരമുള്ളവരെ അഭിസംബോധന ചെയ്യുന്നത് കപട നാട്യക്കാരായ നിങ്ങൾ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ സ്വന്തം കണ്ണിലെ തടിക്കഷ്ണമുള്ളവനും മറ്റുള്ളവൻ അല്ലെങ്കിൽ മറ്റ് സഹോദരൻ കണ്ണിലെ ചെറിയ കരട് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവന് കുറച്ച് തെറ്റേ ചെയ്തിട്ടുള്ളൂ, പാപമേ ചെയ്തിട്ടുള്ളൂ. എന്നാൽ കർത്താവ് ആരോടാണ് വെച്ച് പറയുന്നത്? അവൻ വലിയ പാപം ചെയ്തിട്ടുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് എൻ്റെ കണ്ണിൽ, എൻ്റെ മുമ്പിൽ ഞാൻ വലിയ പാപിയാണ്. ഒരുപക്ഷെ അവരനും അതുപോലെ പാപിയായിരിക്കാം. എന്നാൽ ഞാൻ അവനിൽ കാണുന്നത് ഈ ചെറിയൊരു തെറ്റ് മാത്രമാണ്. അതുപോലെ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു. അങ്ങനെ നമ്മൾ ഓരോരുത്തരും നമ്മളെക്കുറിച്ച് തന്നെ, ഞാൻ എന്നെ തന്നെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ആത്മപരിശോധന ചെയ്യുമ്പോൾ ഞാൻ വലിയ പാപിയാണെന്ന് എനിക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. എന്നാൽ അത് മറച്ചു വെച്ചുകൊണ്ടാണ് അവരിനെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനി ആ വ്യക്തികളും അവരെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണെങ്കിൽ, ധ്യാനിക്കുകയാണെങ്കിൽ അവനവന് വ്യക്തമാകും അവർ പാപികളാണ്, വലിയ തെറ്റുകാരാണ് എന്നുള്ളതാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ തിരുത്തൽ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, സ്വയം തിരുത്തുക എന്നുള്ളതാണ്. അതുപോലെ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യവും ഒരുപക്ഷെ അതുതന്നെയായിരിക്കും, സ്വയം തിരുത്തുക എന്നുള്ളതാണ്. കാരണം സ്വയം തിരുത്തുന്ന ഒരു ജനതയായിരുന്നെങ്കിൽ ഇതിനകം ഈ ലോകം എത്രമാത്രം അഭിവൃദ്ധി പ്രാപിച്ചേനെ, എത്രമാത്രം സുഗമമായിട്ടുള്ള ഒരു ജീവിതം, വിശുദ്ധമായിട്ടുള്ളൊരു ജീവിതം നയിക്കുന്ന വ്യക്തിത്വങ്ങളായി മാറിയേനെ. പക്ഷേ ഈ സമൂഹത്തിൻ്റെ, നമ്മുടെ ഓരോരുത്തരുടെയും ഏറ്റവും വലിയ അപകടകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സ്വയം തിരുത്തലിന് ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഒരുവൻ്റെ തന്നെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് അവനെ പാപത്തിലേക്ക് നയിക്കുന്നതെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതല്ലാതെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് പോകുന്നത് അല്ല എന്നുള്ളതാണ്. അപ്പോൾ എന്നിൽ നിന്നും, എൻ്റെ ഹൃദയത്തിൽ നിന്നും നന്മയാണ് വരുന്നതെങ്കിൽ അതിൽ കാപട്യമില്ല, കപട നാട്യക്കാരായ നിങ്ങൾ കപടതയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ലോകം എന്നെ നന്നായേനെ, എൻ്റെ കുടുംബം എന്നെ നന്നായേനെ, ഞാൻ എന്നെ നന്നായേനെ. ആയതിനാൽ ഇന്നത്തെ ദിവസം നമ്മൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം അതുപോലെ 41-ാമത്തെ വാക്യമെടുത്ത് ധ്യാനിക്കുമ്പോൾ കർത്താവ് ഇപ്രകാരം പറയുന്നു, അതിൻ്റെ 42-ൽ ഇപ്രകാരം പറയുന്നു: ഹേ മനുഷ്യ, ആദ്യം നീ ചെയ്യേണ്ടത് നിൻ്റെ കണ്ണിലെ തടിക്കഷ്ണമാണ് എടുത്തു മാറ്റേണ്ടത്. അപ്പോൾ മാത്രമേ അപരനെ വിധിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ, അവൻ്റെ തെറ്റ് ചൂണ്ടിക്കാണിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ആയതിനാൽ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുകയും അതുപോലെ തന്നെ എന്നെ തന്നെ
ഞാൻ തിരുത്തലിന് തയ്യാറായിക്കൊണ്ട് വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.